ഹലോ, ആരെങ്കിലും നിന്നെ സ്നേഹിക്കണമെന്നും നിനക്കാരെയെങ്കിലും സ്നേഹിക്കണമെന്നും തോന്നിയിട്ടുണ്ടോ? തോന്നാതിരിക്കാൻ വഴിയില്ല. കാരണം സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനും എല്ലാ മനുഷ്യരിലും സ്വാഭാവികമായൊരു വാസനയുണ്ട്. എന്തെങ്കിലും ഒരു തീരുമാനം എടുക്കുന്നതിന് മുൻപ് റഷ്യൻ സാഹിത്യകാരനായ ഫയദോർ ദോസ്തോവ്സ്കിയുടെ കാരമസോവ് ബ്രദേഴ്സ് അതിലെ മനോഹരമായൊരു ജീവിത നിരീക്ഷണം നോവലിസ്റ്റ് നടത്തുന്നുണ്ട്. ഒരു മനുഷ്യൻ ജീവിതത്തിൽ നേരിടുന്ന ഏറ്റവും വലിയ വേദന വിശപ്പോ ദാരിദ്ര്യമോ എന്തിന് മരണമോ പോലുമല്ല, അവന്റെ സ്നേഹത്തെ അംഗീകരിക്കാത്തൊരു ലോകത്തെ മനുഷ്യരെ സ്നേഹിക്കേണ്ടി വരിക എന്നതാണ്. ഒരാളുടെ ഹൃദയം പൂർണ്ണമായും അവർക്കായി സമർപ്പിക്കും, പകരം ഒന്നും കിട്ടാതിരിക്കും. പലപ്പോഴും സ്നേഹനിരാസങ്ങളാണ്, മറുഭാഗത്തെ നിശബ്ദതയാണ്. നോവലിസ്റ്റ് തുടർന്ന് എഴുതുന്നുണ്ട്, വൈരുദ്ധ്യങ്ങൾ ഉള്ളിൽ പേറുന്ന മനുഷ്യരാണ് നമ്മളിൽ ഏറിയ പങ്കും. നമ്മൾ സ്നേഹം അന്വേഷിക്കും, പക്ഷേ സ്നേഹത്തെ നമുക്ക് ഭയമാണ്. മറ്റുള്ളവരുടെ സാമീപ്യം നമ്മൾ ആഗ്രഹിക്കും, പക്ഷേ നമ്മൾ അവരിൽ നിന്ന് ഓടിയകലും. ഒരാളെ നമ്മൾ ആരാധനയോടെ നോക്കും, എന്നാലും നമ്മുടെ ഉള്ളിൽ അവരെക്കുറിച്ച് ചില സംശയങ്ങൾ രൂപപ്പെടും. നമ്മളെ ഉപേക്ഷിച്ചു പോകുന്നവരെ നമ്മൾ തേടി ചെല്ലും, പക്ഷേ നമ്മോടൊപ്പം ഉള്ളവരെ നമ്മൾ പലപ്പോഴും അവഗണിക്കും. എന്ത് രസകരമായ ജീവിത നിരീക്ഷണമാണ് നോവലിസ്റ്റ് നടത്തുന്നത്. സ്നേഹം എപ്പോഴും അങ്ങനെയാണ്. നമ്മൾ കൊടുക്കുമ്പോൾ അത് അംഗീകരിക്കപ്പെടണമെന്ന് നിർബന്ധമൊന്നുമില്ല. നാം കൊടുക്കുന്ന സ്നേഹം അതിൻ്റെ ഇരട്ടിയായി തിരികെ ലഭിക്കണമെന്നുമില്ല. പലപ്പോഴും നമ്മുടെ സ്നേഹം, നമ്മുടെ കരുതൽ, നമ്മൾ നൽകുന്ന സംരക്ഷണം തെറ്റിദ്ധരിക്കപ്പെട്ടും പോകാം. നിനക്ക് തോന്നാറില്ലേ, നമുക്ക് കിട്ടുന്ന ചില സ്നേഹനിരാസങ്ങളാണ് നമ്മളെ പലപ്പോഴും തകർത്തു കളയുന്നത്. സത്യത്തിൽ നിരാശപ്പെടാതിരിക്കണമെങ്കിൽ തിരികെ പ്രതീക്ഷിക്കാതെ സ്നേഹിക്കുക എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാന പ്രമാണം. പക്ഷെ അതെപ്പോഴും സാധ്യമാകണമെന്നില്ല. മനുഷ്യരായ നമ്മൾ ചിലപ്പോഴെങ്കിലും ചില സ്നേഹത്തിൻ്റെ വാക്കുകളും പ്രവൃത്തികളും പ്രതീക്ഷിച്ചു പോകും, അതിൽ തെറ്റുമില്ല. പക്ഷെ ആ പ്രതീക്ഷകളൊന്നും നമ്മളെ നിരാശയിലേക്ക് കൊണ്ടെത്തിക്കരുത് കേട്ടോ. ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ നമ്മൾ സ്നേഹം അന്വേഷിക്കുമ്പോഴും സ്നേഹത്തെ നമുക്കൊരു ഭയമുണ്ട്. പലപ്പോഴും സംശയത്തോടു കൂടെയാണ് ഇന്ന് നമ്മൾ എല്ലാ ബന്ധങ്ങളിലെയും സ്നേഹത്തെ നോക്കിക്കാണുന്നത്. ഒരാൾ നമ്മുടെ അടുത്തിരിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോഴും ചില നേരങ്ങളിലെങ്കിലും അതിൽ നിന്ന് ഓടി അകലാനും തോന്നാറുണ്ട്, അല്ലേ? ആരാധനയോടുകൂടെ മറ്റുള്ള മനുഷ്യരെ നോക്കുമ്പോഴും നമ്മുടെ ഉള്ളിൽ സംശയത്തിൻ്റെ കാർമേഘങ്ങൾ ഉരുണ്ടുകൂടുന്നുണ്ട്. എത്ര പേരാണ് സ്നേഹിച്ചിട്ട് നമ്മളെ ഉപേക്ഷിച്ചു പോയിട്ടുള്ളത്? എന്നാലും പലപ്പോഴും നമ്മൾ അവരുടെ പിന്നാലെ ചെല്ലാനാണ് ആഗ്രഹിക്കുന്നത്. നമുക്ക് വേണ്ടി ഒരുപാട് കഷ്ടങ്ങളും നഷ്ടങ്ങളും ഏറ്റുവാങ്ങിയ പലരെയും നമ്മൾ അവഗണിച്ചിട്ടുണ്ട്. അവരുടെ സ്നേഹത്തിൻ്റെ വില നമ്മൾ തിരിച്ചറിയാറുമില്ല. ദി ലാസ്റ്റ് മീനിങ് ഓഫ് ലവ് ഈസ് ഡെത്ത് എന്നാണ്. സ്നേഹത്തിൻ്റെ അവസാനത്തെ അർത്ഥം മരണമെന്നാണ്. ആ നിലയ്ക്ക് നസ്രായൻ്റെ മരണം സ്നേഹത്തിൻ്റെ ഒരു പൂർത്തീകരണമായിരുന്നു കേട്ടോ. അയാൾക്ക് ഈ ലോകം തിരിച്ച് സ്നേഹം കൊടുത്തില്ല, എന്നിട്ടും അയാൾ നിശബ്ദം, നിർബാധം ലോകത്തെ സ്നേഹിച്ചുകൊണ്ടേയിരുന്നു. വിശ്വപ്രണയത്തിൻ്റെ ഒരു മഹാകാവ്യം അയാൾ എഴുതി ചേർത്തിട്ടുണ്ട്. നീ സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സാഹസമാണ്, സാഹസികതയാണ് മുൻപിലുള്ളത്. പക്ഷേ അതിന് ഒരു സുഖമുണ്ട് കേട്ടോ. അതുകൊണ്ട് സ്നേഹത്തിൻ്റെ യാത്ര തുടരട്ടെ. കൂടെയുണ്ട്, കൂട്ടിനുണ്ട്, പിന്നെ എൻ്റെ പ്രാർത്ഥനയും.